വൈകിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം രാത്രി ഒരു 7-7:30 ആയപ്പോഴാട്ടോ ഇതായി എഴുന്നേറ്റ് വരുന്നത്. നീലൂസ് എഴുന്നേറ്റിട്ടില്ല. ഞാനവനെ വിളിച്ചില്ല, കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചേ. ഉണർന്നപ്പോൾ ഇതിപ്പോൾ രാവിലെയാണോ രാത്രിയാണോ എന്നൊരു പിടിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ലെക്ക് പോയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു ബോധവും പൊക്കണമൊന്നും ഇല്ലാതായിരുന്നു നിന്നത്. പിന്നെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് AM അല്ല PM ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇച്ചിരി സമാധാനമായി. രാവിലെ ആണെങ്കിൽ പിന്നെ കാപ്പി എടുക്കണം, പിന്നെ ഉച്ചക്കലത്തേനുള്ളത്, അങ്ങനെ ഓരോ പരിപാടികളായിട്ട് നീക്കണ്ടേ. അപ്പോൾ വൈകിട്ടാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഒരു സമാധാനമായി. ഇന്നാണെങ്കിൽ നീലൂസിൻ്റെ സ്കൂളിൽ പോയായിരുന്നേ. അപ്പോൾ ആ കോസ്റ്റ്യൂം പോയിട്ട് വന്നിട്ട് മാറ്റാതിരുന്നത് കൊണ്ടാണ് ഈ നല്ല ഡ്രസ്സിൽ നിങ്ങളെന്നെ കാണുന്നത്. സ്കൂളിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ നീലൂസിൻ്റെ ടെക്സ്റ്റും നോട്ടും ഒക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു. കാരണം പഠിപ്പിക്കുന്ന പോർഷൻസൊക്കെ ബുക്കിൽ എഴുതി തന്നുവിടണമല്ലോ. സാധാരണ നമ്മൾ തിങ്കളാഴ്ച നോട്ട് ബുക്സും ടെക്സ്റ്റും എല്ലാം കൊടുത്തു വിടുമ്പോൾ അവർ തിരിച്ച് വെള്ളിയാഴ്ചയാണ് വീട്ടിലോട്ട് തന്നു വിടുന്നത്. ശനിയും ഞായറും ഇരുത്തി ആ പോർഷൻസൊക്കെ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നീലൂസ് ആബ്സെൻ്റ് ആയിരുന്നു. പനിയും ഒക്കെ തുടക്കം തൊട്ട് ഇങ്ങനെ തിങ്കളാഴ്ച തൊട്ട് ലീവായിട്ട് വന്ന് പിന്നെ ലാസ്റ്റാണ് മുണ്ടിനീരായിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ലീവ് എടുക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച കൊടുത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചറിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേന് ലീവ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്നാൽ നോട്ട്സും ടെക്സ്റ്റും ഒക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ പോർഷൻസൊക്കെ പഠിപ്പിക്കുന്നത് എഴുതി വിട്ട് തരാം, അപ്പോൾ വീട്ടിലിരുത്തി പഠിപ്പിക്കാമല്ലോ കുറേശ്ശെ. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, അവനെ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കണ്ട, അവന് മൂടുള്ളപ്പോൾ മാത്രം ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കൊണ്ടു കൊടുക്കാനായിട്ട് ഇന്ന് പോകണമായിരുന്നു. നാളെ ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെ പോയി തിരിച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോഴത്തേനും ടീച്ചർ എല്ലാം എഴുതി വിടും. അപ്പം ഒരു കരിക്കിരുന്നത് വെള്ളം വെട്ടി എടുത്തതിന് ശേഷം അതിനെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാട്. ചേട്ടായിയാണെങ്കിൽ വീട്ടിലും ഇല്ല. അതുകൊണ്ട് നീലൂസിന് കൊടുക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവനിപ്പം വെള്ളമൊക്കെ ധാരാളം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വെള്ളം എടുത്ത് കൊടുത്തതിന് ശേഷം അത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. അവസാനം ഞാനത് അവിടെ തന്നെ അങ്ങ് വെച്ച് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല അത് പൊട്ടിച്ചെടുക്കാൻ. നമ്മുടെ വീട്ടിലാണെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വെട്ടി പൊട്ടിച്ചെടുക്കാമെന്ന് വെക്കാം. പക്ഷേ ഇവിടെ ആണെങ്കിൽ പുറത്ത് ബാക്ക് സൈഡിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ടൈലിട്ടേക്കുമായതുകൊണ്ട് വെട്ടുകത്തി വല്ല ടൈലിലോ എല്ലാം കൊണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ ഞാനും ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം ബാക്കി പരിപാടികളിലോട്ട് പോവാം കേട്ടോ. ഇനിയിപ്പം കുറച്ച് ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ട്. പിന്നെ രാത്രിയിലത്തേനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ലിവർ കറി വെച്ചു കേട്ടോ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് ലിവർ കറി വെച്ചു. ലിവറും മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കറി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ വൈകിട്ട് എനിക്കറിയാം എനിക്ക് വൈകിട്ട് നല്ല ക്ഷീണമായിരിക്കുമെന്നേ. ഉറക്കവും ക്ഷീണവും ഒക്കെ ആയിരിക്കും. അന്നേരം നേരത്തെ അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ രാത്രി കിടന്ന് കറി വയ്ക്കാനായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വേസ്റ്റ് പേപ്പറുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന പേപ്പറുകളെല്ലാം കൂട്ടി വയ്ക്കും കേട്ടോ. ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട്. ന്യൂസ് പേപ്പറല്ലേ, അപ്പോൾ അതിങ്ങനെ കൂട്ടി മടക്കി ഒതുക്കിയൊക്കെ വയ്ക്കും ഞാൻ. അങ്ങനെ അതൊന്നും കളയാറില്ല ഞാൻ. നമുക്ക് വേണമെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം. പക്ഷേ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടത്തില്ലല്ലോ. നമ്മൾ 100 രൂപ അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആക്രിക്കടയിൽ കൊടുക്കാനായിട്ട് ഞാൻ അതെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ലിവർ മാങ്ങയും കൂടെ കറി വെച്ചത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുവാണ് കേട്ടോ. പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. മീൻകറി എന്തിനെങ്കിലുമൊക്കെ എടുക്കാം. മീൻകറി ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് അല്ലേ. മീൻകറികൾ വെക്കുമ്പോൾ അന്നത്തെ ദിവസം കഴിക്കുന്നതിനെക്കാട്ടി പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്നതായിരിക്കുമല്ലോ നല്ല ടേസ്റ്റ്. പിന്നെ മിനി ചേട്ടൻ വന്നപ്പോൾ കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ഐസ്ക്രീം പാത്രത്തിലാണ് ഇഞ്ചി ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് തുണ്ടമാക്കിയിട്ട് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ആ ഒരു പാത്രത്തിലാക്കി അടച്ചിട്ടങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ കേടുകൂടാതെ കുറേ നാൾ ഇരുന്നോളും. പച്ചമുളകാണെങ്കിൽ ഞാൻ അങ്ങനെ അതിൻ്റെ ഞെട്ടുണ്ടല്ലോ, അതിൻ്റെ തണ്ട് ഇളക്കി കളഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി, കവറിലല്ല കേട്ടോ, പ്ലാസ്റ്റിക് പാത്രത്തിനകത്താക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് 1 മാസവും 2 മാസമൊക്കെ എനിക്ക് ഇരിക്കാറുണ്ട് കേട്ടോ. ഒരു കേടും ഇല്ലാതിരിക്കാറുണ്ട്. ആ തണ്ടെടുത്ത് കളയുമ്പോൾ അത് പെട്ടെന്ന് അഴുകാതിരിക്കും. തണ്ടിരുന്ന് കഴിയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പച്ചമുളകൊക്കെ അഴുകിപ്പോകുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ആ കരിക്കെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കി കേട്ടോ. 2 സൈഡും ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കിയിട്ട് വലിച്ച് ഇരിഞ്ഞ് അങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അത് സ്പൂൺ വെച്ച് ഇങ്ങനെ ചീന്തി എടുത്തിട്ട് കൊടുത്തു. നീലൂസ് പക്ഷേ കഴിച്ചില്ല കേട്ടോ. അവന് അത് വേണ്ടായിരുന്നു. അവന് കരിക്ക് അങ്ങനെ ഇപ്പോൾ കഴിക്കുന്നില്ല. ആഹാര സാധനങ്ങൾ ഇപ്പം പഴയതുപോലെ ഒന്നും കഴിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ വിശക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ ആഹാരം കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും കഴിക്കുന്നില്ല കേട്ടോ. ഒന്നും കഴിക്കുന്നില്ല. പനി ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും രുചിയൊന്നും തോന്നാത്ത
കൊടുത്തതായിരിക്കും. അപ്പോഴത്തേനും ചേട്ടായി വന്നു കേട്ടോ. ഒരു 7-7:30 കഴിഞ്ഞു. അപ്പോഴത്തേനും ചേട്ടായി വന്നു. അങ്ങനെ ഞാൻ കരിക്ക് കൊണ്ട് കൊടുത്തപ്പം ചേട്ടായിക്കും വേണ്ട, നീലൂസിനും വേണ്ട. നീലൂസാണെങ്കിൽ അവിടെ ബിസ്ക്കറ്റ് ഇരിക്കുന്ന കണ്ടുകൊണ്ട് അവൻ അത് മതിയെന്നും പറഞ്ഞ് അവൻ അതെടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഈ ഒരു കസേരയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പറക്കി വയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേനും വേണ്ട വേണ്ട അമ്മ പറക്കി വയ്ക്കണ്ട, ഞാൻ പറക്കി വെച്ചോളാന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് എല്ലാം പറക്കി ഒതുക്കി ആ ഒരു ബാസ്ക്കറ്റ് പോലത്തെ ആ സാധനത്തിനകത്താക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ കരിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അത് വേണ്ട, അവൻ ഈ പാത്രത്തിലിരിക്കുന്ന ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഒന്നും കഴിക്കാറില്ലല്ലോ, അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വേണ്ടത് എന്തോന്ന് വെച്ചാൽ കഴിക്കട്ടെ. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടെമ്പറേച്ചറൊക്കെ മാറി നോർമലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നീലൂസിന് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു സിംറ്റം വന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം അടുത്ത സിംറ്റം വന്നു. ടെമ്പറേച്ചറൊക്കെ ആയിട്ട് പനിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മുണ്ടിനീരായി. അത് കഴിഞ്ഞിപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ആയിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എന്തൊക്കെയാണ് അവനൊന്ന് ഓക്കെ ആവട്ടെ. ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അങ്ങനെ അച്ഛനും മോനും കൂടെ ബെഡ് ഒരുക്കുക കേട്ടോ, രാത്രി കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നീലൂസിനെ ഒന്നും കൂടി കൊണ്ടുപോകേണ്ടി വന്നു. അടുത്ത മുണ്ടിനീര് കഴിഞ്ഞിട്ടുള്ള പ്രശ്നമായിട്ട് ഒന്നും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ടോക്കൺ എടുത്തിട്ട് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോക്കൺ എടുക്കണമായിരുന്നു. അങ്ങനെ അത് ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഇറങ്ങി മരുന്നൊക്കെ തന്നു. ഇനിയിപ്പോൾ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നീലൂസിൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്ന മഞ്ഞ ക്രോക്സ് ഇല്ലേ, അതാണ് ഇരുന്നത്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലെ ബാത്റൂമിൽ പോയപ്പോൾ ഈ ക്രോക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെന്നുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് നല്ലൊരു ചെരുപ്പ് അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചേട്ടായി ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് ചേട്ടായി പോയി, ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ തന്നെയല്ല, നല്ലൊരു ചെരുപ്പ് അവനില്ലായിരുന്നു കേട്ടോ. ഈ ക്രോക്സ് 2 മാത്രമേ ഉള്ളൂ, ഒരു പച്ചയും ഒരു മഞ്ഞയും. അപ്പം എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഇടാൻ പറ്റിയൊരു നല്ല ചെരുപ്പില്ലായിരുന്നു. ആദ്യം സെലക്ട് ചെയ്തത് ഈ ആർമിയുടെ കളർ പോലത്തെ ആ ഒരു ചെരുപ്പായിരുന്നു. അതവൻ എന്തോ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി അവൻ തന്നെ പറഞ്ഞു കേട്ടോ, അത് പറ്റുന്നില്ല വേദനയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടാമതായിട്ട ചെരുപ്പ് സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇഷ്ടമല്ലല്ലോ, അവൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്, അവനല്ലേ ചെരുപ്പിട്ടുകൊണ്ട് നടക്കണ്ടേ. അങ്ങനെ ഞാൻ നേരെ സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നിട്ട് ബുക്സൊക്കെ അവൻ്റെ ബാഗ് തിരിച്ച് വാങ്ങാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും നമുക്കൊരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാ ചേട്ടൻ പോയി. അങ്ങനെ അതിന് ശേഷം ഞാൻ വന്ന വഴിക്ക് 2 പൊതിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഉച്ചക്കലത്തേന് രാവിലെ കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ 3 പേരൂടെ പോയതാണ്. അപ്പോൾ 2 പൊതിച്ചോറ് വാങ്ങി. ഒരെണ്ണം ചേട്ടായിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വരുമ്പോൾ കഴിക്കാനായിട്ട്. ഒരു പൊതിച്ചോറ് ഞാനും നീലൂസും കൂടെ കഴിക്കും കേട്ടോ. അവനങ്ങനെ അധികം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആ ഒരു പൊതിച്ചോറ് തികയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരൂടെ കഴിച്ചു. പിന്നെ ബാക്കി ഒരു പൊതിച്ചോറ് ചേട്ടായിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ എല്ലാം സെറ്റായി. നീലൂസിന് എല്ലാം ഓക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നീലൂസ് എല്ലാം ഓക്കെ ആയി, ഭേദമായി, അവൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായതിന് ശേഷം അടുത്തൊരു വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. കാര്യങ്ങളെല്ലാം ഈ ഒരാഴ്ച വല്ലാത്തൊരാഴ്ചയായിരുന്നു. ഇതുപോലൊരാഴ്ച ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കൊറിയർ വന്നത് വേറൊന്നുമല്ല, നീലൂസിന് ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് ഐറ്റം. ഇതാവുമ്പം ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. വേസ്റ്റൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ആവത്തില്ല. നമ്മൾ നേരത്തെ വാങ്ങിച്ച ആ ഒരു ലഞ്ച് ബോക്സിൽ വേസ്റ്റൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആയിക്കഴിഞ്ഞാൽ എടുത്ത് കളയാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതാവുമ്പോൾ ഇങ്ങനെ ഇളക്കി മാറ്റാനായിട്ട് പറ്റും. ഇതിൻ്റെ അടിഭാഗത്തും സ്പേസ് ഉണ്ട്. സ്റ്റീലിൻ്റെ ഈ ഭാഗം ഇളക്കി മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ ലിങ്കും ഞാൻ ആദ്യം ഇട്ടിരുന്ന ആ ഒരു ചുരിദാറിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.